ഗുരുവായൂർ പത്മനാഭൻ്റെ കഥ വെച്ചാൽ ഭയങ്കര ഒരു രസകരമായിട്ടുള്ള കഥയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മരണവും ഞാൻ ഫേസ് ചെയ്ത ഒരാളാണ്. കാരണം അത് മരണസമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. അവസാനത്തെ ശ്വാസം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് ചെരിഞ്ഞു പോയ ആന ഗുരുവായൂർ പത്മനാഭനാണ്. അപ്പം അത് ആ ശ്വാസം ഞാൻ ഏറ്റുപിടിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇനിയും ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ഇനി എനിക്ക് പലതും ചെയ്യാൻ പറ്റണേ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചൊരു സമയമാണ്. ഗുരുവായൂർ പത്മനാഭൻ്റെ കഥ വെച്ചാൽ ഭയങ്കര ഒരു രസകരമായിട്ടുള്ള കഥയാണ്. കാരണം അതിന് 2010 അതിന് പാദരോഗം വന്നിട്ട് ആനനെ എഴുന്നള്ളിക്കാനൊന്നും വിടാണ്ട് ആകെ ഐഡിയലായിട്ട് നിൽക്കുക. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ പത്മനാഭൻ്റെ കേസിന് മുന്നേ എനിക്ക് വേറൊരു അനുഭവം വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. സൂര്യൻ ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യനാന എന്ന് പറയുന്നത് തന്നെ ഞാൻ എൻ്റെ ഒരു സഹോദരനെ പോലെ കാണുന്നൊരു ആനയാണ്. ആ ആനേനെക്ക് ഇഞ്ചുറി വന്ന് കാലിന് ഒരു ചെറിയൊരു ഫ്രാക്ചർ വന്ന് ആനയ്ക്ക് ഭയങ്കര പാദരോഗമൊക്കെ വന്ന് ആകെ അപകടാവസ്ഥയിൽ നിൽക്കുക. അവനൊരു 20 ദിവസത്തോളം നമ്മൾ മരുന്ന് കൊടുക്കും പോയിരുന്നു. അപ്പോൾ സൂര്യനാന ഒരു ഏറ്റവും ഉയരമുള്ള ആനയാണ്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള ആനകളിൽ ഒരു ആന സൂര്യനായിരുന്നു. 2ാമത്തെ ഉയരക്കാരനായിരുന്നു അന്ന് കാലത്ത്. സൂര്യനാനയുടെ ഒരു കോൺക്രീറ്റ് ഷെഡിൻ്റെ മേലെ കൊമ്പ് വെച്ചു. അപ്പോൾ കൈമൾ സാർ കയറി ഇരുന്നിട്ട് ചെവിയിൽ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ കൊമ്പൊക്കെ സാറിൻ്റെ മടിയിലിരിക്കുന്നുണ്ടാവും. ആന വളരെ കംഫർട്ടായിട്ട് സാറിനെ സപ്പോർട്ട് ചെയ്തിട്ട് സാറ് പിടിച്ച് മരുന്നുണ്ട്. അത്രയും കാരണം ചില ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അറിയാമല്ലോ കുത്തോടെ വേദനിപ്പിക്കണം. പക്ഷെ അത് ആനയ്ക്കറിയാം എന്നെ രക്ഷിക്കാനാണ്. പിന്നീട് ആന ഞാനും പോയി മരുന്ന് കൊടുക്കുക അങ്ങനെ. പക്ഷേ ആന ഒരു ദിവസം ഒരു ഈവനിങ് സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ചാമ്പമരമുണ്ട്. ചാമ്പമരത്ത് ഒരു കോഴി ഇരിപ്പുണ്ട്. കോഴി ഒരു ഒറ്റ കോവിൽ കേട്ടു. ആന കുഴഞ്ഞു വീണു, ആന ചെരിഞ്ഞു. അപ്പോൾ ആ കോഴീനെ ഞാൻ ചിന്തിച്ചു, കോഴിക്ക് ഇത് പെട്ടെന്ന് എങ്ങനെ മനസ്സിലായിരുന്നു? ഞങ്ങളെപ്പോഴും അത് ചർച്ചാ വിഷയമാണ്. കോഴി ഒരു കോവിൽ വന്നാൽ അതിനിടയിൽ ആന കുഴഞ്ഞു വീഴുന്നു, അത് ചെരിയുന്നു. അപ്പം മനസ്സിൽ തോന്നിയതാണ് അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു PGക്ക് ഡെപ്യൂട്ടേഷൻ കൊടുത്തിരുന്നു. ആ ഓർഡർ പാസ്സായെന്ന് എന്നെ വിളിച്ചു പറയുക. അലി അസ്കർ പാഷ സാറുണ്ട്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹമാണ് എനിക്ക് ആ ഒരു ഡെപ്യൂട്ടേഷൻ്റെ ഓർഡറിൻ്റെ ഫോളോ അപ്പ് എനിക്ക് ചെയ്തു തന്നത്. അദ്ദേഹം IAS കാരനാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നൊരു അറിയിപ്പ് വന്നു എനിക്ക് എൻ്റെ PG ഡെപ്യൂട്ടേഷൻ ശരിയായി. അപ്പം ഞാൻ സൂര്യൻ്റെ ആ പാദരോഗത്തെ കുറിച്ചിട്ടാണ് എൻ്റെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് എൻ്റെ PG വർക്കായിട്ട് ഞാൻ എടുത്തത്. അങ്ങനെ പാദരോഗത്തിന് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് എൻ്റെ അധ്യാപകരായിട്ട് ആലോചിച്ച് ഈ നേരത്തെ പറഞ്ഞ ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഒന്നും കിട്ടുന്നില്ല. കാരണം ആനയുടെ പേര് നമുക്ക് ഇന്ന് വേറൊരു സബ്ജക്റ്റ് നമുക്ക് ഏത് വേണമെങ്കിൽ അത് അമേരിക്കക്കാർ റിസർച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നാസ പോലും റിസർച്ച് ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ കേസിൽ ആരും റിസർച്ച് ചെയ്തിട്ടില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് അടുത്തൊരു വർക്ക് കാണണ്ടേ. അപ്പോൾ കോട്ടറൈസ് ചെയ്യണം. കോട്ടർ ചെയ്യുമ്പോൾ തെർമൽ കോട്ടറൈസ് ചൂട് ചിലപ്പോൾ ആന എടുത്ത് പോയ സമ്മതിക്കില്ല. ആനയ്ക്ക് ചൂട് കണ്ടാൽ തന്നെ അറിയാം ഇത് അടുപ്പിക്കില്ല. പിന്നെ കെമിക്കൽ കോട്ടറൈസേഷൻ അതും നമ്മൾ അന്ന് കാലത്തൊക്കെ ചികിത്സിക്കുന്നത്. ആ കെമിക്കൽ കോട്ടറൈസേഷനിൽ നിന്നിട്ടാണ് എന്താ പറയുക ഈ ഗുരുവായൂർ പത്മനാഭൻ്റെ പാദത്തിന് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പിന്നെ കഷായ വെള്ളത്തിൽ നിർത്തും. അപ്പോൾ അങ്ങനെ അതിൻ്റെ 2 നടയും നഖമൊക്കെ ആകെ പോയിരിക്കുക. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു ആ പത്മനാഭൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തെർമൽ കോട്ടറൈസേഷൻ എങ്ങനെയുണ്ടാവും ആലോചിച്ചു. അങ്ങനെ ഞാൻ ലോകത്തിലാദ്യമായിട്ട് തന്നെ പറയാം ക്രയോ സർജറി എന്നൊരു കണ്ടുപിടുത്തം എനിക്ക് 2010-11 കാലം. അപ്പോൾ ആ 11 കാലത്ത് ഞാൻ ക്രയോ സർജറി ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് പത്മനാഭനെയാണ്. ആ ക്രയോ സർജറി കഴിയുന്നതോട് കൂടിയിട്ട് ആന നീരിൽ പോകുന്നു. തിരിച്ചു വരുമ്പോൾ ആ പാദരോഗം ഒന്നുമില്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നഖമൊക്കെ വന്നപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത് കാരണം നമ്മൾ ചെയ്ത നഖം തന്നെയാണ്. എൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഇപ്പോഴും ഉണ്ട്. എൻ്റെ PGയുടെ തീസിസിൽ ആദ്യത്തെ ഫോട്ടോ ഉണ്ട്, ക്യൂറായ ഫോട്ടോ ഉണ്ട്. അത് ആണ് ഒരു മിറാക്കിൾ പോലെ. അപ്പോൾ നമ്മൾ ആ മൃഗത്തിൻ്റെ ഒരു കഴിവ്, അത് ഭഗവാന്റെ അനുഗ്രഹം കൂടെ വന്നപ്പോൾ സത്യത്തിൽ അങ്ങനെ പത്മനാഭൻ ഒരുപാട് കാലം പിന്നെ 2020 കാലഘട്ടത്തിലാണ് പിന്നെ ആന ചെരിയുന്നത്. അത്രയും കാലം വളരെ മനോഹരമായിട്ട് ആന നിലനിൽക്കണ്ടായി. ക്രയോ സർജറി എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് നൈട്രജൻ ആണ്. ലിക്വിഡ് നൈട്രജൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പശുക്കളുടെ ഇൻസെമിനേറ്റുള്ള സെമനൊക്കെ സൂക്ഷിക്കുന്നത് ലിക്വിഡ് നൈട്രജനിൽ പൂഴ്ത്തി വെച്ചിട്ടാണ്, താത്തി വയ്ക്കും. അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിൽ ജീവിച്ചിരിക്കും. ആ ലിക്വിഡ് നൈട്രജൻ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൽ നമ്മൾ സ്പെഷ്യലി ഡിസൈൻഡ് കുറേ കോപ്പറിൻ്റെ റോഡുകൾ പിന്നെ ഓരോ ടൈപ്പ് ബ്ലേഡുകളൊക്കെ ഉണ്ട്. അത് കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അത് അതിൽ കുറേ നേരം വയ്ക്കും. അപ്പോൾ എന്താ പറയുക, പരസ്പര പൂരിതാണ്, സഹായമാണല്ലോ. ഈ ലിക്വിഡ് നൈട്രജൻ്റെ തണവ് -197 ആ തണവിൽ നിന്ന് അത് ഒരുമാതിരി
ഒരു ഒരു തണവിലേക്ക് ആ പ്രോബ് വരും. അപ്പോൾ അത് ആ പ്രോബ് നല്ല തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം കരിഞ്ഞു പോകും. കരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രയോ കോട്ടറൈസേഷൻ എന്ന് പറയും. അപ്പോൾ ആ ക്രയോ കോട്ടറൈസേഷൻ വരുമ്പോൾ നമുക്ക് ആ ഗ്രോത്തിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതാണ് ക്രയോ സർജറി. അത് നമ്മൾ ലിക്വിഡ് നൈട്രജൻ നല്ല ഫാസ്റ്റിൽ അതിൽ അടിക്കുമ്പോഴാണ് മനുഷ്യരിലൊക്കെ ക്രയോ കട്ട് ചെയ്ത് കളയാൻ ഉപയോഗിക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് ഈ സാധനം പ്രോബ് കുറേ നേരം ആനയുടെ കാലിൻ്റെ അതിൽ വെച്ച് കൊടുക്കുമ്പോൾ ആനയ്ക്ക് തണവ് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അവിടെ കരിഞ്ഞു പോണത് ആന അറിയില്ല. ആനയുടെ ആ പോർഷനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പതുക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആന ഇതൊക്കെ തണുപ്പുണ്ടല്ലോ, അല്ലാതെ ആന വലിക്കുന്നില്ല. ചില ആനകൾക്ക് അറിയാതെ, നേരത്തെ പരിചയമുള്ള എനിക്കറിയാം. കാരണം നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു ചെറിയ വേദന വരും. അപ്പം തന്നെ അവനൊരു ഉള്ളിലൊരു ഇതുണ്ട്. ഇത് കണ്ടാൽ തന്നെ ആൾക്ക് അതിപ്പോൾ അനുഭവിച്ചതാണ്. ഈ നന്ദനാനയ്ക്ക് നേരത്തെ വന്നപ്പോൾ നമ്മൾ ചെയ്തു, രണ്ടാമത് ചെന്നപ്പോൾ അവനൊരു വലിക്കുന്നുണ്ട്, എപ്പോഴും കിടന്നിട്ടില്ല. അപ്പം അങ്ങനെ ആ ക്രയോ സർജറി ചെയ്ത് ആ ഭാഗം നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അതൊരു എക്സ്ട്രാ ഓവർ ഗ്രോത്ത് ആണ്. എക്സ്ട്രാ ഗ്രോത്ത് കോളിഫ്ലവറിൻ്റെ പോലെ ഉള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നോർമൽ സ്കിന്നും നെയിലും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ടുള്ള മരുന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ നഖം ഇങ്ങോട്ട് ഇറങ്ങി വരും, അപകടമില്ല. അപ്പം ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ നമ്മൾ അത് ചെയ്തപ്പോൾ അങ്ങനെ പത്മനാഭൻ അങ്ങനെ രക്ഷപ്പെട്ടു. പത്മനാഭൻ പിന്നെ പൊതുവേദികളിൽ വന്നു തുടങ്ങി. പിന്നെ അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് കോട്ടയത്തൊക്കെ പോയിട്ട് എല്ലാവരും വീടിന് മുന്നിൽ വിളക്ക് വെച്ചിട്ട് സ്വീകരിച്ചൊരു ആന കോട്ടയത്ത് ചെന്നിട്ട് എനിക്ക് തോന്നുന്നത് പത്മനാഭനെയാണ്. അത് ഭഗവാൻ എൻ്റെ സാന്നിധ്യമാണ് അവിടുത്തെ ജനങ്ങൾ അതിനെ കണ്ടിരുന്നത്. അപ്പം അത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആ ഒരു ആനയെ എനിക്ക് സുഖപ്പെടുത്തി ഇതിന് വിടാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മരണവും ഞാൻ ഫേസ് ചെയ്ത ഒരാളാണ്. കാരണം അത് മരണസമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. അവസാനത്തെ ശ്വാസം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് മരിച്ച ചെരിഞ്ഞു പോയ ആന ഗുരുവായൂർ പത്മനാഭന. അപ്പം അത് ആ ശ്വാസം ഞാൻ ഏറ്റുപിടിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇനിയും ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ഇനി എനിക്ക് പലതും ചെയ്യാൻ പറ്റണേ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചൊരു സമയമാണ്. അത് പാപ്പാൻ തന്നെ പറയും, പാപ്പാൻ വന്നപ്പോൾ പാപ്പാൻ്റെ അടുത്ത് അത്ര ഇത് ചെയ്തില്ല. പക്ഷെ ഞാൻ ചെന്നപ്പോൾ അത് തുമ്പി എൻ്റെ കയ്യിൽ വെച്ച് തന്നു. അതിൻ്റെ അവസാനത്തെ ശ്വാസം എൻ്റെ കയ്യിലേക്ക് എടുക്കാൻ പറ്റിയെന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. മരിക്കുകയായാലും എന്നെ അത് അറിഞ്ഞു. നമ്മൾ പറയല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് എന്തിനേലും നഷ്ടമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അവർക്ക് കിട്ടുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. എനിക്കറിയാവുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എൻ്റെ ചുറ്റുമുണ്ടെന്നുള്ളത് പോലെ എന്നിലേക്ക് ആ ശ്വാസം പാർന്നപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഓർമ്മയാണ് ശരിക്കും. ആനയ്ക്ക് ഭാഷയുണ്ടെന്നുള്ളൊരു കഥയുണ്ട്. ഭാഷ സത്യത്തിൽ ഭാഷ ഒരു വിഷയമല്ല. കാരണം നമ്മളവിടെ ബംഗാളികൾ ധാരാളമുണ്ട്. അവരെന്ത് പറഞ്ഞാലും അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവും, നമുക്ക് പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഭാഷ അറിയില്ല. നമുക്ക് ചായ വേണമെന്നുള്ളത്, കടുപ്പ വേണമെന്നുള്ളത് നമ്മൾ ആക്ഷനോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് കടുപ്പുള്ള ചായ വേണമെന്ന് ബംഗാളി ചോദിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുപോലെ ആനകൾക്ക് അങ്ങനെ ഭാഷ എന്ന് പറഞ്ഞില്ല. ശബ്ദ തരംഗങ്ങളും ശബ്ദവീജികളും അതിലുണ്ടാവുന്ന വ്യത്യസ്തമായ അനുഭവമാണത്. നമ്മൾ ഉറക്കെ പറഞ്ഞ ആന നോക്കുക, ഇത് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ, മയത്തിൽ നമ്മൾ സ്നേഹത്തിൽ വിളിക്കുമ്പോൾ നമ്മളോട് പിന്നെ അതിൽ പറയുന്ന ഭാഷാ രീതികളുണ്ട്. പുറകോട്ട് പീച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകെ എന്ന് പറയുമ്പോൾ മുന്നോട്ട് അത് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളതൊന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ ഇത് തന്നെയാണ്, മുന്നോട്ട് തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ കിടക്കാൻ പറഞ്ഞത് കിടക്കാൻ നമ്മൾ പറയുമല്ലോ, അതുപോലെ ആകെ അങ്ങനെ ഓരോ ഭാഷ. അതിപ്പോൾ ഞാൻ തിരുപ്പതിയിൽ പോയി എനിക്ക് എന്തായാലും ആന്ധ്ര ഭാഷ അറിയില്ല. പക്ഷേ ഞാൻ അവിടുത്തെ ആനയായിട്ട് സംസാരിക്കും, പാപ്പന്മാരായിട്ട് സംസാരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആന ചെയ്യും. അപ്പോൾ ആ ഭാഷ ഒരിക്കലും അല്ല. ആസാമിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഭാഷ വേറെ. പക്ഷെ നമ്മൾ പറയണ കാര്യങ്ങൾക്ക് ആനയ്ക്ക് മനസ്സിലാവും. അത് നമ്മൾ പറയുന്ന രീതിയിൽ പറയണം. ഇവിടെ എനിക്ക് തോന്നുന്നത് പാറമേക്കാവ് പത്മനാഭ ആന അതിനെ അശേകേശ്വര ക്ഷേത്രത്തിലാണ് ഇറക്കിയിട്ട് നേരെ എഴുന്നള്ളിച്ചു. ഒരു ഭാഷയിലാണ്ട് നേരെ തലകെട്ട് കിട്ടിയ ആനേനെ അവിടെ ആ പരിപാടിക്ക് അന്ന് ആനയും നടന്നില്ല. അപ്പം നേരെ നാണുത്തച്ഛൻ ഗ്രൂപ്പാണ് തോന്നുന്നു ആനയെ കൊണ്ടുവന്നത്. അപ്പോൾ നേരെ തലകെട്ട് കെട്ടി ആന ആകെ ഹിന്ദിയിൽ എന്തൊക്കെ വിളിച്ചു പറയാം. ആന അവിടെ നിന്ന് ആ പരിപാടി കഴിഞ്ഞ് അപ്പം പിന്നെ അത് മലയാളം പഠിച്ചിട്ടുണ്ട്. മലയാളം വെച്ചാൽ ഭാഷ എന്ന് പറഞ്ഞ സംഗതിയല്ല, ശബ്ദങ്ങളിലുള്ള വ്യതിയാനങ്ങൾ മാത്രമാണ് അത് മനസ്സിലാക്കുന്നത്. അത് പിന്നെ നമ്മൾ സ്നേഹിച്ച് പറയാമെന്ന് അതിനറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ക്രാണശക്തിയിലാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കിടക്കുന്നത്. നമ്മൾ വളരെ ശബ്ദത്തിൽ പറഞ്ഞാൽ ശ്രദ്ധിക്കും. പിന്നെ അതിനറിയാം ഇന്നതാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ. അതിന് ഭാഷയില്ലല്ലോ. നമ്മുടെ മനസ്സിലെ വികാരത്തിന് ഭാഷയില്ല. അത് മലയാളത്തിൽ, ഇംഗ്ലീഷില്ല, ഹിന്ദിയില്ല. നമ്മുടെ മനസ്സിൻ്റെ ബ്രെയിനിൻ്റെ വികാരത്തിന് ഭാഷയില്ല. അത് തിരിച്ചറിയാൻ കഴിവ് ആനയ്ക്കുണ്ട്.
എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആനയെ ഇഞ്ചക്ഷൻ ചെയ്യാൻ ഞാൻ തീരുമാനം എടുക്കുന്നത്, ഞാനാണല്ലോ തീരുമാനം എടുത്തത്. പക്ഷെ അതെങ്ങനെ ആന മനസ്സിലാക്കി? അപ്പോൾ ആനയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഭാഷയുടെ കാര്യത്തിൽ. അല്ലാണ്ട് ആനയ്ക്കൊരു പ്രത്യേക ഭാഷയൊന്നുമില്ല. പക്ഷെ ആ ശബ്ദവും സ്നേഹവും അത് സംയോജിച്ചുള്ള ഒരു ഒരു സംസാരത്തിലൂടെ ആന ഭാഷ പഠിക്കുകയും ആന നമ്മളിൽ ഒരാളായി മാറുകയും ചെയ്യും. ഇപ്പം ഞങ്ങൾ കൈമൾ സാറ് ഉള്ള കാലത്ത്, എനിക്ക് തോന്നുന്നത് ഒരു 98-2000 കാലഘട്ടത്തിൽ ഞങ്ങൾ ഗുരുവായൂർ വലിയ ബ്രീഡിങ് തുടങ്ങുക, ആനേനെ ബ്രീഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ബ്രീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾ റെഡി ആവുക, ഒരു പിടിയാനനെ കൊണ്ട് നിർത്തി കൊമ്പനാനെ എടുത്ത് ബ്രീഡ് ചെയ്യാൻ രണ്ടുപേരും ലൂസാക്കി വിട്ടു. ബ്രീഡിങ് അതിന് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയാം. കോൺഗ്രസ് എന്നാണ് അതിൻ്റെ ഒരു വാക്ക്. കോൺഗ്രസിന് വേണ്ടിയിട്ട് വിധേയമാക്കുക. ഞങ്ങൾ എല്ലാവരും മാറി നിന്നു. അപ്പോൾ പാപ്പാൻ്റെ അടുത്തൊക്കെ മാറിക്കാൻ പറഞ്ഞു, ആന ഫ്രീ ആക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രീ ആക്കി. അപ്പോൾ പാപ്പാനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി അഥവാ ആന കോൺഗ്രസ്സിൽ ബന്ധപ്പെട്ട പരസ്പരം ആന പിടിയാനായിട്ട് ബന്ധപ്പെട്ട ഈ പാപ്പാനോട് പിന്നെ സ്നേഹം നിലനിൽക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ. അത് നമുക്കറിയില്ലോ, പാപ്പാൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു. കാരണം ആളുടെ അവർ ചിന്തിച്ചതായിരുന്നു. അപ്പോൾ ആന മൗണ്ട് ചെയ്യാൻ വരുമ്പോൾ തുമ്മൽ, നമുക്കത് മനസ്സിലായില്ല. അപ്പോൾ ആന അങ്ങോട്ട് നോക്കിയിട്ട് പറയിക്കും. ആ ഒരു തുമ്മൽ മാത്രമാണ് ആന മൗണ്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് ആദ്യം പിടിയിട്ട് എന്താ മൗണ്ട് ചെയ്യാത്ത. അപ്പോൾ ഞങ്ങൾ ഇനി നടക്കില്ല. പക്ഷെ അപ്പുറത്തിരുന്ന ആൾ മൗണ്ട് ചെയ്യാൻ പോണ നേരാകുമ്പോൾ ഒരു തുമ്മൽ തുമ്മും പാപ്പാൻ. ആ പാപ്പാൻ്റെ ആ തുമ്മലിൽ പിന്നെ മൗണ്ടിങ് അവിടെ നിർത്തും ആൾ. അതാണ് ആനകളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ആനയ്ക്ക് എപ്പോഴും മൗണ്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമല്ല, എൻ്റെ അപ്പുറത്ത് പാപ്പാൻ എന്ത് പറയണോ അതാണ് ഞാൻ അനുസരിക്കേണ്ടതെന്ന്. അതിന് എപ്പോഴും ഒരു ഒരു സിങ്കർണൈസേഷൻ ഉണ്ട്. അവർ തമ്മിൽ വൈഫൈ ഉണ്ട്. ആ വൈഫൈ കണക്ഷനിൽ നിന്ന് നമ്മൾ വേറെ വൈഫൈ കണക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നാലേ പാപ്പാൻ അവിടെ ഉണ്ടാവരുത്. അല്ലെങ്കിൽ പാപ്പാൻ നിൽക്കലെ ആന ആ പാപ്പാൻ പറയുന്ന വൈഫൈ കണക്ഷനിലുള്ള വർക്കാണ് ആന ചെയ്യുക. അതാണ് ഒരു അനിമലിലും ഒരു പാപ്പാൻ എലഫന്റും പാപ്പാനും നമ്മളുള്ള ഒരു ബന്ധം നമ്മൾ കണ്ടിട്ടുള്ളത്. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.